നമസ്കാരം, ചെമ്പ്രശ്ശേരി ന്യൂസിലേക്ക് സ്വാഗതം. VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ക്ഷേത്രത്തിൽ 4 ദിവസമായി നടന്ന ഉത്സവം സമാപിച്ചു. ദഹസഹസ്ര ദീപസമർപ്പണത്തോടെ നാന്തി കുറിച്ച 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾക്കാണ് 28-ന് പരിസമാപ്തി കുറിച്ചത്. ചെമ്പരുന്ത് ഗ്രാമീണ ശബ്ദധാര അവതരിപ്പിച്ച നാടൻ പാട്ടുകളും നാട്ടുകളികളും, മേജർ സെറ്റ് പഞ്ചവാദ്യം, കൂച്ചുപുടി ഗവേഷകൻ അനിൽ വെട്ടിക്കാട്ടിയും സംഘവും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, ഏളകുലപതികൾ പോരൂർ ഉണ്ണികൃഷ്ണൻ, കൽപ്പാത്തി ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ തായമ്പക എന്നിവ ഇത്തവണത്തെ ഉത്സവത്തിന്റെ മാറ്റുകൂട്ടി. ഭഗവതി സദ്യ എന്ന പേരിൽ ക്ഷേത്ര പരിസരത്ത് നടത്തിയ 14 കൂട്ടം കറികളും പാലട പ്രഥമനുമടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയിൽ ജാതിമത ദേശഭേദമന്യേ 5000-ൽ പരം ആളുകൾ പങ്കെടുത്തു. താലപ്പൊലിയുമായി ബന്ധപ്പെട്ട് ഭഗവതി സദ്യ 11 മണിക്ക് ആരംഭിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഈ സദ്യയിൽ വന്ന് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നല്ല തിരക്കാണ്. രാവിലെ തൊട്ട് ആളുകൾ നല്ലവണ്ണം വരുന്നുണ്ട്. ഈ നാട്ടിലെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഇതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭഗവതി സദ്യ ഇപ്രാവശ്യം നമ്മൾ 14 ഐറ്റമുള്ള ഒരു സദ്യയായിട്ടാണ്, പാലടപ്രഥമൻ അടക്കമുള്ള സദ്യയായിട്ടാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തമ്പാനങ്ങാടിയിലെ മുഴുവൻ ആളുകളും സഹകരിക്കുന്നു. തമ്പാനങ്ങാടി കൂട്ടായ്മ അതിൽ സഹകരിക്കുന്നുണ്ട്. മുഴുവൻ ആളുകളും സഹകരിക്കുന്നുണ്ട്. ഇത് ഭഗവതി സദ്യ ഒരു സൗഹൃദ സദ്യയായിട്ട് എല്ലാ വർഷവും ഇതിലും ഗംഭീരമായിട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. പഞ്ചവാദ്യം, ശിങ്കാരിമേളം, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ ഗജരാജൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തിളമ്പേറ്റിയ വർണ്ണശബളമായ ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിചേർന്നു.
നിയമാനുസൃതമായ രീതിയിൽ വെടിക്കെട്ടും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് പാണ്ടിക്കാട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.